ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നോട് ഒരാൾ പറയാണ്, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു നിന്റെ ഈ രൂപം കണ്ടിട്ട്, ഇനി വെയിറ്റ് കുറയ്ക്കരുതെന്ന്. അത് ശരിയായ വർത്തമാനം. എന്നെ കെട്ടിയോണി അങ്ങനെ ഡയറ്റ് ചെയ്തില്ല, എത്താതെ ആ ജേണി സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ ഇങ്ങനെ ഇപ്പൊ ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ എന്താ പറയാ, എന്റെ കഷ്ടപ്പാടല്ല, എന്റെ 2 വർഷത്തെ റിസൾട്ടാണ്. ഞാൻ ഇപ്പൊ മറ്റുള്ളവർക്ക് എന്നെ കാണുന്ന വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അത് ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന സന്തോഷമാണ് കേട്ടോ ഇത്. പുള്ളിക്കാരന്റെ വിഷമം എന്താണെന്ന് അറിയാവാ, ഞാൻ പിന്നെയും മെലിയും തോറും നമ്മളവിടെ ചെയ്യുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. ഐഡിയൽ വെയിറ്റിൽ എത്തണം, അതുവരെ ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചോണ്ടിരിക്കും. അല്ല തീർച്ചയായിട്ടും ഇത് ഐഡിയൽ വെയിറ്റ് അല്ലേ? തീർച്ചയായിട്ടും പബ്ലിക്കായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? റെഡിയാണ്, കോൺഫിഡന്റ് ആയിട്ട് എപ്പോ വേണേലും. അതെ, ഏജ് റിവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും. എനിക്കറിയാം ഞാൻ എങ്ങനെയായിരുന്നു, നല്ല ഒന്നാം തരം തള്ളച്ചിലുക്ക. അതായത് 3 വർഷമായിട്ട് ഐഡിയൽ വെയിറ്റിൽ തന്നെയാണ്. എവിടെ പോയാലും ചോദിക്കും എന്താണ് ഷിയാബിന്റെ താത്ത, ഷിയാബിന്റെ അനിയത്തിയല്ല, ഷിയാബിന്റെ താത്ത. അതായിരുന്നു എൻ്റെ ഒരു പ്രൊഫൈല്. സർപ്രൈസ് പൊളിച്ചു, ഇനി എല്ലാരും താത്താന്ന്. അങ്ങനെയായിരുന്നു. ഞാൻ ഉത്തരവാദിയല്ല ഇതിന്, ഞാൻ ആരുടെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയായിരുന്നു എന്നെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ഇന്ന് എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തൂല കേട്ടോ. അപ്പൊ ഇനി ആരെങ്കിലും വിളിക്കണേ കേട്ടോണേ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് അഹങ്കാരമാണ്. ഐഡിയൽ വെയിറ്റിലെത്തി. എനിക്ക് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുക്കമായ ഒരു ഏകദേശം ഇപ്പൊ 63 ആ ഒരു വെയിറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ 3 വർഷമായിട്ട് എനിക്ക് 60 എന്റെ ടാർഗറ്റ്, അല്ലെങ്കിൽ 60-ന് താഴെ പോണം, അതാണ് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു 3 ഇയർ ആയിട്ട് എന്റെ ഐഡിയൽ വെയിറ്റിൽ തന്നെയാണ്. 173 ആണ് ഹൈറ്റ്, 72, 73 ഇതിൻ്റെ ഇടക്ക് വെയിറ്റ് അതെന്നും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. 3 വർഷമായിട്ട് അത് തന്നെയാണ്. പിന്നെ മാക്സിമം എൻ്റെ വെയിറ്റ് വന്നത് 82 വരെ വന്നിട്ടുണ്ട്. അതിപ്പോഴല്ല, ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, എന്റെ വാപ്പാടെ പാരമ്പര്യം നിലനിർത്താനായിട്ട് എനിക്ക് മാത്രമാണ് കനിഞ്ഞു തന്നത്, എനിക്ക് മാത്രമാണ് കൈക്ക് വണ്ണവും ആ പാരമ്പര്യം അങ്ങനെ തന്നെ എനിക്ക്. ഇതുമായിട്ട് ഇരുന്നിട്ടായിരുന്നു, അതാണ് അതിന്റെ 4 നേരം ഞാൻ ചോറ് കഴിക്കാറ്. എന്റെ വാപ്പിക്ക് എന്നെ കാണുമ്പോ വിഷമമായിരുന്നു. വാപ്പി പറയും, മോനെ ഇച്ചിരി ചോറ്, ഇപ്പോഴും കാണുമ്പോ പറയുന്ന ഒരു കാര്യം, മോനെ നല്ല കാര്യം ചോറ് കഴിക്കും. പക്ഷെ ഇവിടെ പണ്ടും എന്തെന്ന് പറയാം, മുഖത്ത് കുരുവരും എന്നും പറഞ്ഞ് കിട്ടുന്ന എണ്ണ പലഹാരം വരെ എന്നെ കൊണ്ട് തീറ്റിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് ഞാൻ നല്ല ഗുണ്ട് പരുവത്തിലായത്. അപ്പൊ എന്തായാലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഐഡിയൽ വെയിറ്റിൽ എത്തുന്നിടം വരെ ജേണി തുടരുക. തീർച്ചയായിട്ടും ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ഞാനത് സമയം കിട്ടുന്ന രീതിയിൽ നമ്മളത് ചെയ്യും. ഒരു 30 ദിവസം അതിനുള്ളിൽ നമുക്ക് ആ ഒരു വെയിറ്റിൽ എത്താൻ പറ്റണം. എന്തായാലും ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എൻ്റെ വീട്ടിലും കൂടെ എത്തിക്കണം. അപ്പം ഞാൻ എൻ്റെ ജേണി